ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണം 2-ാം ദിവസം. സാക്ഷാൽ ശ്രീ മഹാദേവൻ രാമായണ കഥ പറയാനായിട്ട് ആരംഭിക്കുന്നു. ശ്രീ കശ്യപൻ ആണ് ദശരഥനായിട്ടും അതുപോലെ അതിഥിയാണ് കൗസല്യയായിട്ടും പിറന്നത്. സാക്ഷാൽ രാവണൻ തുടങ്ങിയതായിട്ടുള്ള രാക്ഷസന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിലും ഒക്കെ പാലാഴി ചെന്ന് സാക്ഷാൽ ഭഗവാനെ ദർശിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ ദുഷ്ടരുടെ ഭാരം തീർത്തു തരണം എന്നുള്ള ഭാവത്തിൽ ഭൂമിദേവി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭഗവാൻ പറയണു, ഈ ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായിട്ട് ഞാൻ അവതരിക്കും എന്നുള്ള കാര്യമൊക്കെ. സാക്ഷാൽ യോഗമായാദേവി ജനകൻ്റെ പുത്രിയായിട്ടും ജനിക്കും. ഏതായാലും ദുഷ്ടരുടെ ഭാരം ഞാൻ തീർത്ത് അനുഗ്രഹിക്കും എല്ലാവരെയും എന്ന് ഭൂമിയെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ള ഭാഗം. അതിനുശേഷം പുത്രകാമേഷ്ടി യാഗം ഒക്കെയുള്ള കാര്യങ്ങളാണ് പാരായണം ചെയ്യുന്നത്. ശിവൻ രാമായണ കഥ പറയുന്നു. പങ്ക്തിഗന്ധരമുഖ രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചപ്പോൾ വേദാവും മൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യേ മറ്റൊരു കഴിവില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴി പോലെ. അന്തേരമൊരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻ പോടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുഗ്ധന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദർശനമായ ഭഗവൽ രൂപം മനോഹരം ചന്ദ്രികാമന്ദസ്മിത സുന്ദരനാനന്ദപൂർണൻ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാമനോഹരമന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സലാഞ്ജനവത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം മേരുസന്നിഭ കിരീടോദ്യൽ കുണ്ടലമുക്താരകേയൂരാംഗതകടകടിസൂത്ര വലയാങ്കുലീയ ആദ്യോഖില വിഭൂഷണകരിത കളേഭരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹ ഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കൺമതിനരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ. നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതാദ്വയമേകം നിത്യവും നമോസ്തുതേ. കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും
വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ അധ്യയന തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജ ദ്വന്ദ്വമന്തികെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വഹിതന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധിയാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസിത സദാകാലം ഭക്തവത്സലാ പോറ്റി. സംസാരാമയ പരിതപ്തമാനസന്മാരം പുംസാം ത്വൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും. മരണമോർത്തു മമ മനസ്സിൽ പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു. മരണകാലേ തവ കരുണാരുണ സമചരണ സരസിജ സ്മരണം ഉണ്ടാവാനായി തരിക വരം നാഥ കരുണാകര പോറ്റി. ശരണം ദേവ രമാരമണ ധരാപതേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമാത്മൻ പരബ്രഹ്മാഖ്യജയ പരചിന്മയ പരാപര പത്മാക്ഷജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനിധി സ്തുതി ചെയ്തോരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്ന് കാൺമാൻ ഇവിടെ കുളറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുകെന്നതു കേട്ടു. സരസീരുഹഭവനി വർണ്ണമുണർത്തിച്ചു. നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടേറൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം 3 ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിതി കാലം നാഥാം. പൗലസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചു മിക്കതും ജഗൽപതേ. മദ്ധത്തവര ബലതർപ്പിതനായിട്ടതി നിർദ്ധയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം. അയ്യോ ലോകപാലന്മാരെയും ചാട്ടിക്കളഞ്ഞവനേകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനം. യാഗാദി കർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു മര്യാദയും. മർത്യനാരൊഴിഞ്ഞവനില്ല മറ്റാരുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപതേ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തിഗന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. സന്തതം നമസ്കാരമതിനു മധുരിപോ ചെന്തളിരടീണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിദ്ധമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. ദത്തമായതുവരം സുപ്രസന്നേന മയാ തദ്വച സത്യം കർത്തുമുദ്യോഗമദ്യൈവ മേ. കശ്യപൻ ദശരഥനാംനാ രാജന്യേന്ദ്രനായി കാശ്യപീതലേ തിഷ്ഠത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി. യോഗമായാ ദേവിയും ജനകാലേ വന്നു. കീകസാൽമജ കുലനാശകാരിണിയായി മേദിനി തന്നിലയോ നിജയായുണ്ടായി വരും. ആതിഥേയന്മാർ കവിവീരവരായി പിറക്കണം.
മേദിനി തന്നിൽ അയോനിജയായുണ്ടായി വരും ആതിഥേയന്മാർ കവിവീരന്മാരായി പിറക്കേണം. മേദിനി ദേവിക്കരിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനെന്നാലെന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആതിഥീർന്നതു നേരം ആദിനായകൻ മറഞ്ഞീടിനോരാശ നോക്കി ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൻ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ദാനവരാതി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസരാധീശാന്വയെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം. വാസുദേവന് പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കേണം. മാനിയാം ദശാരണഭൃത്യന്മാരാകും യാതുദാനവീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ. സൂത്രാമാദികളോട് പത്മസംഭവജൻ നിജ ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും പോക്കു സത്വരം ധരിത്രിയും അസ്തസന്താപമതി സ്വസ്ഥയായി വരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായോരല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോപലയോധികളായുന്നതു പർവ്വതതുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷണന്മാരായി പ്ലവക വൃദ്ധേന്ദ്വേശ്വരന്മാരും ഭുവി സുഖിച്ചു വാണാരല്ലോ. പുത്രലാഭാലോചന. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമൽ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമണകസജമൻ. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അരുണായോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ. കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേണ ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്ത് ചോദിച്ചിടിനാൻ എന്തു നൽകൂ നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥൻ നൃപനോടരുൾ ചെയ്തു. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും, അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഖല ഇപ്പോൾ ചെയ്തു നീ ഗുണനിധേ പുത്രകാവേഷ്ടി കർമ്മം. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൽ ശാലയും പണി ചെയ്തു സരയോതീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതു കാലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സാക്ഷാൽ
വസിഷ്ഠൻ ഈ വസിഷ്ഠൻ്റെ ഉപദേശപ്രകാരം ദശരഥൻ ഋഷ്യശൃംഖനെ കൊണ്ടുവരുന്നതും പുത്രന്മാർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പുത്രകാമേഷ്ടി യാഗം ആരംഭിക്കുന്നതുമായിട്ടുള്ള ഭാഗം അല്ലെ. പുത്രൻ അല്ലെങ്കിൽ പുത്രി ഇല്ലെങ്കിൽ ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം ദുഃഖം തന്നെയാണ്. ദശരഥനും എനിക്ക് പുത്രന്മാരില്ലല്ലോ എന്നുള്ള ആ ഒരു ദുഃഖത്താൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വസിഷ്ഠൻ പറയുകയാണ് ചെയ്യുന്നത്, ഹേ ദശരഥ, അങ്ങ് വിഷമിക്കേണ്ട, 4 പുത്രന്മാർ അങ്ങേക്കുണ്ടാകും. ഏതായാലും പുത്രന്മാരുണ്ടാകുവാനായിട്ട് പുത്രകാമേഷ്ടി യാഗം ചെയ്യൂ എന്ന്. പിന്നെ പുത്രന്മാർ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു വന്നില്ലെങ്കിൽ അതിൻ്റെ ദുഃഖം വേറെ. അപ്പോൾ എല്ലാം നേരെയാവണമെങ്കിൽ ഈശ്വര കൃപ തന്നെ വേണം. നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിലെ ചട്ടുകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ജീവിതത്തിലെല്ലാം ശുഭകരമാകണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ. അല്ലാതെ ദക്ഷിണ പോലെ ശരീരത്തിൽ ഞാനെന്നുള്ള ഭാവം വെച്ച് അഹങ്കരിച്ച് ഇതെല്ലാം എൻ്റെ കേമത്വം കൊണ്ടുണ്ടായതാണ് എന്നുള്ള ഭാവത്തിൽ നടന്നാൽ അത് നമ്മെ നാശത്തിലേക്ക് നയിക്കും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഇതൊക്കെ ഭാഗവതത്തിൽ പറയുന്ന പോലെ കിഞ്ചിൽ പൗരുഷം പുംസാം മേനെ കൃഷ്ണാനുഗംബിതം അല്ലെ. അർജുനനെ ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു സന്താനഗോപാല കഥയിലൂടെ. അപ്പം നമ്മൾ മനസ്സിലാക്കുക എന്താണ്, നമ്മൾക്ക് അല്ലെ ഓരോരോ കഴിവും ഈ സന്തോഷവും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ആണ്. ഇതെൻ്റെ വൈഭവം കൊണ്ടല്ല എന്നുള്ള ഭാവത്തിൽ നമ്മളെപ്പോഴും ഈശ്വരനെ ആശ്രയിക്കുക. അതായാലും ഇനി അങ്ങോട്ട് പുത്രകാമേഷ്ടി യാഗവും സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ അവതാരവും ഒക്കെയാണ് ഇനി പാരായണം ചെയ്യാനുള്ളത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാവത്തെ സമർപ്പിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.